الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم خذ العفو وأمر بالعرف وأعرض عن الجاهلين ബഹുമാന്യ സഹോദരന്മാരെ സഹോദരികളെ, റബ്ബുൽ ആലമീനായ സർവ്വലോക രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിലുടനീളം സൂക്ഷിച്ചും ഭയപ്പെട്ടും അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചും തഖ്വയോടെ ജീവിക്കുവാൻ പരമാവധി ശ്രദ്ധിക്കണം, പരിശ്രമിക്കണം എന്ന കാര്യം ഒന്നാമതായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളും മുത്തഖീങ്ങളുമായി ജീവിക്കാനും അങ്ങനെ ഈമാനോടുകൂടി മരിക്കാനുമുള്ള സൗഭാഗ്യം നമുക്കേവർക്കും പ്രദാനം ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടുജീവിതത്തെ സംബന്ധിച്ച്, സാമൂഹ്യ ജീവിതത്തെ സംബന്ധിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഇസ്ലാമിക സാഹോദര്യത്തെ സംബന്ധിച്ചും ആ സാഹോദര്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ചും അത് ഉലഞ്ഞു പോകുന്നതും നഷ്ടപ്പെട്ടു പോകുന്നതുമായ കാര്യങ്ങൾ കരുതിയിരിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. സാമൂഹ്യ ജീവിതത്തിൽ, കൂട്ടുജീവിതത്തിൽ പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകളെന്ന നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ന് പറയുന്നത്. നമ്മൾ കൂട്ടുജീവിതം, സാമൂഹ്യ ജീവിതം, പരസ്പര ബന്ധം, സാഹോദര്യ ബന്ധം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ബന്ധം നമുക്കിടയിൽ ഉണ്ടാകുന്നത് നമ്മൾ ആളുകൾക്കിടയിൽ കൂടി ജീവിക്കുമ്പോഴാണ്. മനുഷ്യരെ ഇടയിൽ ചേർന്ന് ജീവിക്കുക, അവരോടൊപ്പം ജീവിക്കുക, അവരുടെ ഇടയിൽ ജീവിക്കുക, ആളുകളോടൊപ്പമാവുക, ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കുക. അങ്ങനെയാണ് ജീവിക്കേണ്ടത്. ഖൈറായ ജീവിതം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസി, ഖൈറായ നല്ലവനായ വിശ്വാസി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് മനുഷ്യരോട് കൂടുതൽ ഇണങ്ങുന്നവനെ കുറിച്ചാണ്. അൽ മുഅ്മിനു യഅലിഫു വ യുഅലഫ് വലാ ഖൈറ ഫീമൻ ലാ യഅലിഫു വലാ യുഅലഫ്. വിശ്വാസി ഇണങ്ങും, ഇങ്ങോട്ട് ഇണങ്ങും അങ്ങോട്ട് ഇണങ്ങും. നമ്മളെപ്പോഴും പറയുന്നു കേൾക്കുന്നതാണ്. ഇങ്ങോട്ട് ഇണങ്ങാത്തവനിലും അങ്ങോട്ട് ചേരാത്തവനിലും നന്മയില്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ചിലരുണ്ട് ഒറ്റക്ക്, ചിലരെ കുറിച്ച് നമ്മൾ പറയും, അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് തന്നെ ചിലർ പറയും, ആരുമായിട്ടൊരു ബന്ധമൊന്നുമില്ല, അയാൾ അയാളുടേതായ ഒറ്റക്കൊരു ലോകത്ത് ഇങ്ങനെ ജീവിക്കുന്നു. യഥാർത്ഥത്തിൽ അതൊരു വലിയ കാര്യമായിട്ടോ നല്ല കാര്യമായിട്ടോ ചിലരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോന്നറിയില്ല. ചിലര് സാമൂഹികമായി ഇടപെട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ, അതുകൊണ്ട് കുറെ അപകടങ്ങളൊക്കെ വരാൻ സംഭവിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. ചിലരെങ്കിലും തമാശക്ക് പറയും, പണച്ചെലവ് കുറെ അവിടെ ഇവിടെ ഇങ്ങനെ പിരിവാരും സംഭാവനക്കാരും ഒക്കെ ഇടപെട്ടൊക്കെ കഴിഞ്ഞാൽ കൊടുക്കില്ല. അതൊന്നും ഇല്ലാതിരിക്കുക, അങ്ങനെയും ചിലരൊക്കെ പറയും തമാശ. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത് അൽ മുഅ്മിനുല്ലദീ യുഖാലിതുന്നാസ വയസ്ബിറു അലാ അദാഹും ഖൈറും മിനൽ മുഅ്മിനില്ലദീ ലാ യുഖാലിതുന്നാസ വലാ യസ്ബിറു അലാ അദാ. നല്ല വിശ്വാസി എന്ന് പറഞ്ഞാൽ മനുഷ്യരോട് ഇടപഴകും, ഇടകലരാണ്. ഇടകലര, മിംഗ്ലിയ എന്നൊക്കെ പറയും. മനുഷ്യരോട് ഇങ്ങോട്ട് ഇടകലർന്നിട്ട് ജീവിക്കും. ആളുകളുടെ നടുക്കാം, എപ്പോഴും ആളുകളെ കൂട്ടത്തിലാണ്.
അങ്ങനെയാണ്. യുഖാലിത്തുന്നാസ, മനുഷ്യരോട് ഇടകലർന്ന് ജീവിക്കും. എന്നിട്ടോ സ്വാഭാവികമായും കുറെ ബുദ്ധിമുട്ടുണ്ടാവും. അന്നാസു അജ്നാസ് എന്ന് പറയും, അറബിയിൽ എപ്പോഴും പറയും. മനുഷ്യരെന്ന് പറഞ്ഞാൽ പല സ്വഭാവമാണ്, പല പ്രകൃതമാണ്, പല സ്വഭാവമാണ്, പല ശീലങ്ങളാണ്, പല ശൈലികളാണ്. ചിലർ വെറുതെ 2 വർത്താനം പറഞ്ഞാൽ 3ാമത്തെ വർത്താനം മേത്തക്ക് എടുക്കുന്നതായിരിക്കും. നമ്മൾ പറയും മേത്തക്ക് എടുക്കാം. ചിലര് പറഞ്ഞതും ചെയ്യുന്നതൊക്കെ നമുക്ക് പരിക്ക് പറ്റും. സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യരുടെ ഇടയിൽ കൂടി ജീവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് കൊള്ളും, വേദനിക്കും, കീറിമുറിയും. അപ്പോ അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും. ഈ കൂട്ടുജീവിതത്തിൽ അത് വരും. അപ്പൊ എന്ത് ചെയ്യണം? വയസ്ബിറു അലാദ. അപ്പൊ ഈ കൂടി ജീവിക്കുമ്പോ, മനുഷ്യരോട് ഇടകലർന്ന് ജീവിക്കുമ്പോ അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കണം. അങ്ങനെ ക്ഷമിക്കുന്ന വിശ്വാസിയാണ് ഉത്തമൻ. വലാ ഖൈറ ഫീമൻ ലാ യഗ്ലിഫു വലാ യൂലഫ്. മനുഷ്യർ അതുപോലെ തന്നെ എന്താണ് പറഞ്ഞത്? അൽ മുഅ്മിനുല്ലദി യുഖാലിത്തുന്നാസ വയസ്ബിറു അലാ അദാഹും ഖൈറും മിനൽ മുഅ്മിനില്ലദി ലാ യുഖാലിത്തുന്നാസ വലാ യസ്ബിറു അലാ അദാ. അതാ നേരത്തെ പറഞ്ഞു, മനുഷ്യരോടൊന്നും ചേരൂല. കാരണം എന്താ വെച്ചാൽ അത് വലിയ ബുദ്ധിമുട്ട്, അതുകൊണ്ട് പ്രയാസം, അത് എന്തിനാ വെറുതെ നമ്മൾ എന്ന് പറഞ്ഞിട്ട് നമ്മളതായ ഒരു ലോകത്തേക്ക് ഇങ്ങനെ ചുരുങ്ങും. അങ്ങനെ ചുരുങ്ങി, അങ്ങനെ ഒറ്റപ്പെട്ട് ചുരുങ്ങി സ്വന്തം മാളത്തിലേക്ക് തല വലിച്ച് സ്വന്തം വീട്ടിൽ സ്വന്തം മുറിയിൽ ഇങ്ങനെ അടച്ചിട്ടിരുന്ന് അങ്ങനെ ജീവിക്കാൻ പറ്റില്ല. അതിൽ ഖൈറില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞത് എന്താ വെച്ചാൽ നമുക്ക് സാമൂഹ്യ ജീവിതമാണ് പ്രധാനം. സാമൂഹ്യ ജീവിതം, ഈ ബന്ധങ്ങൾ, സാഹോദര്യ ബന്ധം, സ്നേഹബന്ധം, ഇല്ലേ? മനുഷ്യരോട് ഇങ്ങനെ കൂടിക്കലർന്ന് കൊണ്ടും കൊടുത്തും കണ്ടും ചിരിച്ചും പറഞ്ഞും ഇങ്ങനെ നമ്മൾ ജീവിക്കാം. അങ്ങനെ ജീവിക്കുമ്പോൾ അതിനാണ് നന്മ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ജീവിക്കുമ്പോൾ അതിൽ നമുക്ക് ഉണ്ടായിരിക്കേണ്ടുന്ന ഒരൊറ്റ ബോധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ സ്വബറുണ്ടല്ലോ, മനുഷ്യരിൽ നിന്നുണ്ടാകുന്ന വിഷമങ്ങൾ ക്ഷമിക്കാം. പറഞ്ഞിട്ട് ചിലർ വാക്കുകൊണ്ടും ചിലർ പ്രവൃത്തി കൊണ്ടും ഉപദ്രവിക്കും. അപ്പൊ മനുഷ്യരിൽ നിന്ന് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമുക്ക് ഏറ്റിട്ടുള്ള മുറിവുകൾ നമ്മൾ ക്ഷമിക്കുന്നതിനാണ് സ്വബർ എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതികാരത്തിനൊന്നും പോവില്ല, തിരിച്ചൊന്നും നമ്മൾ പറഞ്ഞില്ല, തിരിച്ചൊന്നും നമ്മൾ ചെയ്തില്ല, നമ്മളതങ്ങനെ ഉൾക്കൊണ്ടു. ഇന്ന് ഈ സ്വബറിന്റെ അപ്പുറത്ത് വേറൊരു പ്രയോഗമുണ്ട് ഖുർആനിലും ഹദീസിലും. അതെന്താണെന്നറിയോ? അത് അഫു എന്നാണ്. അഫു എന്ന് പറഞ്ഞാൽ സ്വബർ എന്ന് പറഞ്ഞാൽ ക്ഷമിച്ചു, ഒന്നുമില്ല, എന്തു പറഞ്ഞാലും അങ്ങോട്ട് തിരിച്ചു പറഞ്ഞിട്ടില്ല, ചെയ്തതിനൊന്നും തിരിച്ചു ചെയ്തിട്ടില്ല. പക്ഷെ മനസ്സിലതിങ്ങനെ കിടക്കട്ടെ, മനസ്സിലതിങ്ങനെ കിടക്കുന്നുണ്ട്. മനസ്സിലതൊരു നോവായി, അതൊരു വേവായി, ഒരു വേദനയായി, ഒരു നീറ്റലായി. എന്ത്? അവൻ എന്നോടത് പറഞ്ഞില്ലേ, അവൻ എന്നെ അങ്ങനെ ചെയ്തില്ലേ, ഞങ്ങൾ എത്ര അടുത്തവരാ, ഞങ്ങൾ എത്ര ബന്ധമുള്ളവരാ, ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞുപോയ കാലങ്ങളും ബന്ധങ്ങളും നമുക്കിടയിലുണ്ടായ കൊള്ളക്കൊടുക്കുകളും നമുക്കിടയിലുണ്ടായിരുന്ന ഊഷ്മളമായ കാലങ്ങളൊക്കെ നമ്മൾ ഓർത്തിട്ട് നമ്മൾ പറയും, എന്നാലും അവൻ അതിനോടത് ചെയ്തില്ലേ, അവൾ എന്നോടത് ചെയ്തില്ലേ, അവളത് പറഞ്ഞില്ലേ. മനസ്സിൽ നീറ്റിൽ അങ്ങനെ കിടക്കും, വേദന അങ്ങനെ കിടക്കും. പക്ഷെ തിരിച്ചൊന്നും പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. അപ്പൊ അത് സ്വബറ, അത് നല്ല സ്വബറ. പക്ഷെ അവിടുന്ന് പോയിട്ട് എന്നോടത് പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാനത് വിട്ടു. അതാണ് അഫു എന്ന് പറഞ്ഞത്, ഉന്നതമായ സ്വഭാവ ഗുണം. അങ്ങനെ ഒരു അഫുവിന്റെ അവസ്ഥയിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞത് നമ്മൾ അങ്ങ് ഉയരും എന്നാണ്. ഒരു ഹദീസിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ നഖസതു സദഖത്തും മിൻ മാലിൻ. ധർമ്മം കൊടുത്താൽ ധനം ചുരുങ്ങൂല. ധർമ്മം കൊടുത്തിട്ട്, ദാനം കൊടുത്തിട്ട്, സ്വതക്ക ചെയ്തിട്ട് ധനം ചുരുങ്ങിപ്പോവില്ല. അപ്പൊ അല്ലാഹു തആല വേറെ വഴിക്ക് അവന് വർധനവ് കൊടുക്കും. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സൻ. ഒരാൾ അഫ്വ്, വിട്ടുവീഴ്ച ചെയ്തിട്ട്, അഥവാ നേരത്തെ പറഞ്ഞ അനുഭവങ്ങളില്ലേ, ദുരനുഭവങ്ങൾ, അതങ്ങ് മറന്നു, ഞാനതിനെ ആലോചിച്ചുകൊണ്ടിരിക്കില്ല, മനസ്സിനെ ഒഴിവാക്കി. അതാണ് അഫ്വ്. അതിന് പിന്നെ ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷനൊന്നുമില്ല. അങ്ങനെ ഒരാൾ ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കുന്നു. ആളങ്ങ് ഉയരും, ആളങ്ങ് ഉയർന്നു പോകും. അപ്പൊ നമ്മൾ അഫ്വ് കൊണ്ട് വിട്ടുവീഴ്ച നമ്മൾ ചെയ്യുന്നുവെങ്കിൽ നമ്മൾ ഉയർന്നു പോകും. വമാ തവാള അഹദുൻ ലില്ലാഹി ഇല്ലാ റഫഅഹുല്ലാഹ്. മറ്റൊരു കാര്യം ഹദീസിൽ പറഞ്ഞത്, അള്ളാഹുവിന് വേണ്ടി ഒരാൾ വിനയം കാണിച്ചാൽ, താഴ്ന്നു കൊടുത്താൽ അള്ളാഹു തആല അവനെ ഉയർത്തും. അപ്പൊ അവിടെ ഒരാളുടെ ഇസ്സത്ത്, ഇവിടെ പ്രയോഗിച്ച വാക്ക്, നമ്മുടെ ഇസ്സത്ത് എന്ന് എപ്പോഴും പറയല്ലോ, ഒരാളുടെ അന്തസ്, ഒരാളുടെ യോഗ്യത, അല്ലെ, ഒരാളുടെ ആഭിജാത്യം, ഇതങ്ങോട്ട് ഉയരുകയാണ് ചെയ്യുന്നത്. എന്ത്? തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ അങ്ങ് മറന്നു കളയുമ്പോൾ.
നേരത്തെ പറഞ്ഞ ക്ഷമ, ആ ക്ഷമയുടെ അപ്പുറത്ത് മറ്റെന്തൊരു മനസ്സിലിങ്ങനെ വെച്ചുകൊണ്ട് നടക്കും. മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നാൽ എന്താണെന്നറിയോ? മനസ്സിങ്ങനെ നീറിക്കൊണ്ടിരിക്കും. മനസ്സ് നീറിയാൽ എന്താണെന്നറിയോ? അതുകൊണ്ട് ദുനിയാവ് തന്നെ ദ്രോഹമുണ്ട്. വിവരമുള്ളവരോട് നിങ്ങൾ ചോദിച്ചോ, ദുനിയാവ് തന്നെ കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ BP കൂടും. ആളുകളോടുള്ള പകയും വിരോധം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ, നമുക്ക് അതന്നെ ചിന്ത, അതിങ്ങനെ ആലോചിച്ചിട്ട് നമ്മുടെ BP കൂടും, ഷുഗറും കൂടും. പിന്നെയുള്ള ഗ്യാസ് ട്രബിളും വർദ്ധിക്കും. വയറിന്റെ അസുഖത്തിന്റെ പ്രധാന കാരണം, നിങ്ങൾ ഈ ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുകളുടെ അടുത്തൊക്കെ പോയി ഈ വയറിന്റെ ചികിത്സ നടത്തുന്ന ഡോക്ടർമാരോടൊക്കെ പോയിട്ട് വയറിന്റെ അസുഖമൊക്കെ പറഞ്ഞാലേ അവർ പലരോട് ചോദിക്കും, നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? ടെൻഷനും വയറും തമ്മിൽ നല്ല ബന്ധമുണ്ട്. അത് ശരീരശാസ്ത്രം പഠിച്ചവർക്കൊക്കെ അറിയാം, വായിച്ചാലും നമുക്ക് കുറച്ച് മനസ്സിലാവും. അപ്പൊ നമുക്ക് BP കൂടും, നമ്മുടെ ഷുഗർ കൂടും, പിന്നെ നമ്മുടെ വയറിന്റെ ഒക്കെ ഡിസോർഡർ ആകും. എപ്പോഴെന്നറിയോ? മനസ്സിൽ ഇങ്ങനെ പക, വിരോധം, വിദ്വേഷം, അതെന്നെ ആലോചിച്ച് ഉറക്കത്തിലും അതെ, ഊണിലും അതെ, എണീക്കുമ്പോഴും അതെ, ഇങ്ങനെ ഈ ചിന്തയുമായിട്ട് നമ്മൾ നടന്ന അപ്പൊ നമ്മളെ ദുനിയാവ് തന്നെ അത് നമ്മളെ ഉപദ്രവാക്കും, പിന്നെ പരലോകത്തേക്ക് പറയും വേണ്ട. അപ്പൊ എന്താ വേണ്ടെന്നറിയോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുദിൽ അഫു, ഈ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കാം. ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നിന്നെ ഉപദ്രവിച്ചോ അവരോടൊക്കെ അങ്ങ് പുറത്തു കൊടുക്കും, മനസ്സിൽ നിന്ന് അതങ്ങ് ഒഴിവാക്ക്. എന്നിട്ട് വഅ്മുർ ബിൽ ഉർഫ്, അല്ലെ, നല്ല കാര്യങ്ങളെ കൊണ്ട് മനുഷ്യരോടൊക്കെ കൽപ്പിക്ക്, സദാചാരം കൊണ്ട്. വഅരിദ് അനിൽ ജാഹിലീൻ, വിവരമില്ലാത്ത കുറേ വിഡ്ഢികൾ സമൂഹത്തിലുണ്ടാവും. ജാഹിലുകൾ, ഒരു വിവരമുണ്ട് എന്ന് അവര് ധരിക്കും, പക്ഷെ ഒരു യഥാർത്ഥ വിവരമില്ല. എന്നിട്ട് അവരും ഇങ്ങനെ ഉപദ്രവിക്കും മനുഷ്യനെ. അങ്ങനെയുള്ള ജാഹിലുകളെ അവഗണിച്ച് കളയുക, പടുവിഡ്ഢികളെ അവഗണിച്ച് കളയുക, സമൂഹത്തോട് നല്ല കാര്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുക, വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം, വേറെ എടുത്ത് പറഞ്ഞത് എന്താണെന്നറിയോ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാഇ വൽകാലിമീനൽ ഗൈള വൽആഫീന അനിൻ നാസ്. അതിന്റെ മുമ്പത്തെ ആയത്ത് എന്താണെന്നറിയോ? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അല്ലാഹുവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും സ്വർഗ്ഗത്തിലേക്കും ഓടിയടുക്കുവീൻ. ആ സ്വർഗം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഇദ്ദത്തുൽ ലിൽ മുത്തഖീൻ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച സ്വർഗം. ആ സ്വർഗത്തിൽ പോകുന്ന മുത്തഖികൾ ആരെക്കുറിച്ചാണ് പിന്നെ പറഞ്ഞറിയോ? അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. ഒന്ന്, അവര് ക്ഷാമകാലത്തും ക്ഷേമകാലത്തും ചെലവഴിക്കും. നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്നത് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഒക്കെ അതിനനുസരിച്ച് അവർ ചെയ്തുകൊണ്ടിരിക്കും. വൽ കാളിമീനൽ ഗൈള, ദേഷ്യം വന്നാൽ അവരും അങ്ങ് വിഴുങ്ങും. കാരണം ദേഷ്യം എന്ന് പറഞ്ഞാൽ ഇതാണ് സാഹചര്യം. പലരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ദുരനുഭവങ്ങൾ, തിക്താനുഭവങ്ങളും കൊണ്ട് നമുക്കങ്ങ് ദേഷ്യം വരില്ലേ, അതങ്ങ് വിഴുങ്ങിക്കളയും. വൽആഫീന അനിൻ നാസ്, മനുഷ്യരോട് വിട്ടുവീഴ്ച മനോഭാവം. എന്നിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അല്ലാഹു സുഹൃതവാന്മാരെ മുഹ്സിനീങ്ങളെ ഇഷ്ടപ്പെടും. ആരാണ് ഈ മുഹ്സിൻ എന്ന് പറഞ്ഞാന്നറിയോ? ഇവിടെ ഈ ആയത്തിൽ പറഞ്ഞ മുഹ്സിനീങ്ങൾ ആരാണെന്നറിയോ? മനുഷ്യർക്ക് മാപ്പ് കൊടുക്കുന്നവർ, ദേഷ്യം വന്ന വിഴുങ്ങുന്നവർ, ക്ഷാമകാലത്തും ക്ഷേമകാലത്തും ഒരുപോലെ ചെലവഴിക്കുന്നവർ. ഈ 3 ഗുണങ്ങളുള്ളവരെ പറഞ്ഞിട്ട് അല്ലാഹു തആല പറയാ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്, അല്ലെ? ഒരു ഹദീസിലെ ഒരു സംഭവം ഉണ്ടല്ലോ, ഹദീസിലൊരു സംഭവം എപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി അവസാനിപ്പിക്കാട്ടോ. എന്താണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയും സ്വഹാബികളും ഇങ്ങനെ പള്ളിയിൽ ഇരിക്കുമ്പോ ഒരിക്കൽ നബി പറഞ്ഞു, നിങ്ങൾക്ക് സ്വർഗം ഉറപ്പായിട്ട് സ്വർഗത്തിൽ പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണമെന്ന്. ആളുകൾ പറഞ്ഞു, ആ കാണണം. എന്നപ്പോ വെയിറ്റ് ചെയ്തു. ഒരാളിപ്പോ വരും. അപ്പൊ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നു. ഞാൻ ഇന്നും വായിച്ചു. അത് ചെറുപ്പക്കാരനാ പ്രത്യേകം പറഞ്ഞു. അൻസാരിയായ മദീന നിവാസിയായ ഒരു ചെറുപ്പക്കാരൻ കയറി വന്നിട്ട് കയ്യിൽ ചെരുപ്പൊക്കെ പിടിച്ചിട്ട് പള്ളിയിൽ ഒതു കൊടുത്തിട്ട് തടിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഇറ്റി വീണ് ഇങ്ങനെ കയറി വരികയാണ്. അയാൾ ചെരുപ്പൊക്കെ ഒരു ഭാഗത്ത് വെച്ച് അവിടെ പള്ളിയുടെ ഒരു ഭാഗത്ത് അവിടെ ഇരുന്നു. ആളുകളൊക്കെ ഇങ്ങനെ നോക്കി. ആ സ്വർഗത്തിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ ചെറുപ്പക്കാരൻ. പിറ്റേന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വർഗത്തിൽ ഉറപ്പായിട്ട് പോകുന്ന ഒരാളെ നിങ്ങൾക്ക് കാണണോ? അതേ, കാണണം നബിയെ. ഏതാ ഇപ്പൊ ഒരാൾ വരും. നേരത്തെ പറഞ്ഞ അതേ ആള് ചെറുപ്പക്കാരൻ പിന്നെയും കയറി വന്നു. 3-ാമത്തെ ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിരുമേനി പറഞ്ഞു, അങ്ങനെ സ്വർഗത്തിൽ പോണ ഒരാളെ കാണണം. അതെ, കാണണം. ആ ആളെന്നെ കയറി വന്നു. ഇതെന്താ ഈ മനുഷ്യന്റെ പ്രത്യേകത? എന്താ? റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ഈ ചെറുപ്പക്കാരന്റെ പേര് പലപ്പോഴും നമ്മൾ ഈ ചരിത്രത്തിൽ വായിക്കുമ്പോൾ അയാളുടെ അദ്ദേഹത്തിന്റെ പേര് പറയുന്നുണ്ട്. പേര് പോലും അറിയപ്പെടാത്ത, ഇവിടെയും കൊത്തിവെക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു മനുഷ്യൻ. നീ വളരെ ആഴത്തിൽ പഠിച്ചു നോക്കിയാൽ അദ്ദേഹത്തിന്റെ പേരൊക്കെ എവിടെയും കണ്ടേക്കും. പക്ഷെ റബീഉ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിന്റെ പേര് കാണുന്നു. അദ്ദേഹം എന്താ ചെയ്തറിയോ? ആ സ്വഹാബി എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ മനുഷ്യനെ കുറിച്ച് സ്വർഗാവകാശി എന്ന് പറയാനുള്ള കാരണം എന്ന് ആലോചിച്ച് അയാളുമായിട്ട് ലോക്യം കൂടി. എന്നിട്ട് അയാളുടെ വീട്ടിൽ പോയിട്ട് താമസിച്ചു. 3 ദിവസം താമസിച്ചു. അതിഥികൾക്ക് വന്ന് 3 ദിവസം വരെ താമസിക്കാമെന്നാണ് കേട്ടോ. വീടുണ്ടാക്കുമ്പോൾ അതിഥികൾക്ക് ഒരു സൗകര്യം ഉണ്ടാക്കിയാൽ നല്ലതാണ്.
3 ദിവസം കഴിഞ്ഞാൽ എന്തിനാ വന്നു എന്ന് വരെ ചോദിക്കാൻ പാടുള്ളൂ എന്ന്. അങ്ങനെയാണ് ഇസ്ലാമിലെ ആദിത്യ മര്യാദ. അപ്പോ 3 ദിവസം അയാളുടെ കൂടെ താമസിച്ചു. പക്ഷേ ഇയാളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയും കണ്ടില്ല. അന്ന് ആ 3 ദിവസം അയാൾ സുന്നത്ത് നോമ്പൊന്നും എടുത്തിട്ടില്ല. എന്നല്ല, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നില്ല. ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിച്ചിട്ട് ഉറങ്ങുക. രാത്രി എണീറ്റ് നമസ്കരിക്കുകയോ സുന്നത്ത് നോമ്പുകളോ ഒന്നും കണ്ടു. എന്താണ് ഈ മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് അള്ളാന്റെ റസൂല് പറയാനുള്ള കാരണമെന്ന് അദ്ദേഹം നേരിട്ടെന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കളെ കുറിച്ച് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു. എന്താണ് അതിന്റെ കാര്യം? എനിക്കൊന്നും മനസ്സിലായില്ല. അതിനു വേണ്ടിയാണ് ഞാനിവിടെ ഇപ്പൊ താങ്കളുടെ കൂടെ 2-3 ദിവസം താമസിച്ചെന്ന്. അപ്പൊ നബി സല്ലല്ലാഹു ഈ സ്വഹാബി റബീബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, അത് ഒരുപക്ഷെ ഇതായിരിക്കാം, എന്റെ മനസ്സിൽ ഞാൻ ഒരാളോട് ഒരു വിരോധം വെച്ചു പുലർത്തുന്നു. ഒരു വിരോധവും വിദ്വേഷവും കൊണ്ട് ഞാൻ ഒരു രാത്രി ഉറങ്ങാറില്ല, ഒരാളോടുമില്ല. എന്റെ മനസ്സിൽ ഞാൻ തെളിഞ്ഞ മനസ്സോടുകൂടി ഞാൻ ജീവിക്കുകയാണ്. പകയില്ല, വിരോധമില്ല, വിദ്വേഷമില്ല. അതായിരിക്കാം, അതെ, അത് തന്നെയായിരുന്നു അള്ളാഹുവിന്റെ റസൂല് ആ സ്വഹാബിയെ കുറിച്ച് സ്വർഗാവകാശി എന്ന് പറഞ്ഞു. നോക്കൂ നിങ്ങൾ, വല്ല അഫീനാനിന്നാസ്, അയാൾക്കുണ്ടാവും ദുരനുഭവങ്ങൾ, അയാൾക്കുണ്ടാവും തിക്താനുഭവങ്ങൾ, അയാളെ ആളുകൾ വാക്കുകൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടാവും, പ്രവൃത്തി കൊണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടാവും, പലതും. ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് ഉയർന്നു നിൽക്കുക എന്ന് കഴിഞ്ഞാൽ എന്തറിയോ, നമ്മളെ ഇസ്സത്ത് കൊണ്ട് വർദ്ധിക്കാം, നമുക്ക് നല്ല മനസ്സമാധാനം കിട്ടുക, സുഖമായിട്ട് കിടന്നുറങ്ങാം. ഒരു ടെക്നിക്ക് അതെന്താണെന്നറിയോ, നമുക്ക് ചിലപ്പോൾ ആളുകൾ നമ്മളങ്ങ് വേദനിപ്പിക്കും. ഈ പറഞ്ഞ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടാവും, പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങളും ഉണ്ടാവും. അപ്പൊ നമ്മൾ പൊളയും, മനസ്സിൽ ഒരു നെഞ്ചിലൊരു കുത്തും അനുഭവപ്പെടും. അപ്പൊ ഇങ്ങനെ വിചാരിച്ചാൽ മതി, അതിന് ഞാനെന്തിനാ ടെൻഷൻ എടുക്കണേ? ഞാനല്ലല്ലോ, അവനല്ലേ പറഞ്ഞത്, അവനല്ലേ ചെയ്തത്, ഞാനൊന്നും ചെയ്തില്ലല്ലോ. അങ്ങനെ ആലോചിച്ചു നോക്കി, ഞാൻ ചിലപ്പോൾ പ്രയോഗിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് സമാധാനം. ഞാൻ ഒരാളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് എനിക്ക് ടെൻഷൻ. ഞാൻ ഒരാളുടെ മനസ്സിനെ നാവ് കൊണ്ടോ വാക്കുകൊണ്ടോ ഒരാൾക്ക് ഉപദ്രവം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതെന്റെ ടെൻഷനാ. കാരണം എന്താണെന്നറിയോ, നാളെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ ഞാൻ നിൽക്കുമ്പോ ഇയാൾക്ക് എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ പുറത്തു തരാൻ ഒരാളില്ല, പടച്ചോൻ പൊറുക്കൂല. മനുഷ്യനെ ഉപദ്രവിച്ചാൽ ആ മനുഷ്യൻ പുറത്തു കൊടുക്കും. നമ്മള് മയ്യത്ത് മുന്നിൽ വെച്ചൊക്കെ പറയട്ടോ, മയ്യത്ത് മുന്നിൽ വെച്ച് പറയും, ഇയാള് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്തു കൊടുക്കണേ. പുറത്ത് കൊടുത്തില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം? പുറത്തു കൊടുക്കൂല. നിങ്ങൾ ഞാൻ പറഞ്ഞൊരു അനുഭവം എന്ന് പറഞ്ഞാല്, ഞാനൊരു ഉംറക്ക് പോകാൻ വേണ്ടി ആളുകൾക്ക് ഒരു ക്ലാസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ ആളുകളെ ഒരു സംഘമായിട്ട് ഞങ്ങൾ പോവായിരുന്നു. അപ്പൊ അതിന് മുമ്പ് ഒരു ക്ലാസ് ഒക്കെ കൊടുക്കുമല്ലോ. ആ ഉംറയുടെ ക്ലാസ് കൊടുത്തിട്ട് സംഘത്തിൽ ഞാൻ പറഞ്ഞു, നമ്മൾ മനുഷ്യരോടൊക്കെ എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ ഉണ്ടെങ്കിൽ പടച്ചവനോടുള്ളത് നമ്മൾ തൗബ, അതിനാണ് നമ്മൾ പോകുന്നത്. പടപ്പുകളോട് വല്ലതും ഉണ്ടെങ്കിലൊക്കെ പറഞ്ഞു തീർക്കണം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മാപ്പൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞൊക്കെ തീർക്കണം, പൊരുത്തപ്പെടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിറ്റേ ദിവസം അയാൾ എന്നെ വിളിക്കണം. ഒരാള് എന്താ പറഞ്ഞറിയോ, പിന്നെ നിങ്ങൾ ഇന്നലെയൊക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരാളുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി. ഞാൻ അയാളോട് വിളിച്ചിട്ട് എനിക്ക് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ, എനിക്ക് എന്നോട് ഒരു വിഷമം ഉണ്ടെങ്കിൽ ഈ പുറത്തു തരണം, ഞാനൊരു ഉംറക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു, ഞാൻ പുറത്തു തരൂല, ഞാൻ എന്താ ചെയ്യാന്ന്. ഞാനാണ് അത് പറഞ്ഞു കൊടുക്കട്ടെ, ഞാൻ എന്താ ചെയ്യാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ ഞാൻ ഈ സുഹൃത്തിനോട് ചോദിച്ചു, എന്താണ് അയാൾക്ക് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടായത്? അതെ, കോളേജിൽ പഠിക്കുന്ന കാലത്തെ ഹോസ്റ്റലില് റാഗ് ചെയ്തിട്ട് കണ്ണടിച്ചു പൊട്ടിച്ചാൽ അതിന്റെ കണ്ണ് പോയിക്കണം. ഇനി അയാളത് പുറത്തു കൊടുക്കണം, എന്നിട്ട് വേണം അയാൾക്ക് ഉംറ വരാൻ. നമ്മൾ ഒരാൾ ഇങ്ങോട്ട് ഉപദ്രവിച്ചാലേ അയാൾ പുറത്തു തരണം. അപ്പൊ എന്നെ ഒരാൾ ഇങ്ങോട്ട് ഉപദ്രവിച്ചിട്ടാണെങ്കിൽ എനിക്ക് ടെൻഷനല്ല, കാരണം അയാളാണല്ലോ പടച്ചോന്റെ അടുത്ത്. ഞാൻ അയാളെ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ അയാളൊന്നും പറഞ്ഞില്ല. ഇനി വല്ലതും എനിക്കുണ്ടെങ്കിൽ ഞാനത് വിട്ടും. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹു തആല ഇങ്ങനെ വിട്ടുവീഴ്ച ചെയ്യുന്ന സുഹൃതവന്മാരെ ഇഷ്ടപ്പെടുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽ-അദീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد. أيها المؤمنون أوصيكم عباد الله وإياي الثانيين بتقوى الله. അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ലിലെ ഈ ആഴ്ചക്കുള്ളിൽ 2 പേരുടെ ജനാസ മറവ് ചെയ്തു. ഒന്ന് നമ്മുടെ പള്ളിക്കുത്ത് ഉള്ള നമ്മുടെ മാമ്പറ കുഞ്ഞാൻ നമ്മൾ പറയുന്ന എല്ലാവർക്കും അറിയില്ലേ, ആ സർവ്വതം കുറച്ചാലും വേദനയും പ്രയാസങ്ങളൊക്കെ നല്ലോണം ഉണ്ടായി.
ആ വേദനയൊക്കെ സഹിച്ചു. അള്ളാഹു താല സഹിച്ച വേദനയൊക്കെ അദ്ദേഹത്തിന്റെ പാപങ്ങളുടെ പരിഹാരമായിട്ട് പരിഗണിക്കട്ടെ, നന്മകൾ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അങ്ങനെ അദ്ദേഹം അള്ളാഹുവിലേക്ക് യാത്ര ചെയ്യും. മറ്റൊന്ന് നമ്മുടെ ഹൈദരലി ശാന്തപുരം സാഹിബിന്റെ ജ്യേഷ്ഠന്റെ മരുമകൻ, ഹുസൈൻ മൗലവിയുടെ മരുമകൻ അബ്ദുസ്സലാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ മോളും ഇവിടെ കോളേജിൽ അധ്യാപികയാണ്, മരുമകനും നമ്മുടെ കോളേജിൽ അധ്യാപകനാണ്. മകളിലൂടെ പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഇവിടെയാണ് ജനാസ താമസം, മേലാറ്റൂരായിരുന്നു ജനാസ, ഇവിടെയാണ് മറവ് ചെയ്തത്. അത്രയും ഒരു അറ്റാച്ച്മെന്റ് അവർക്ക് ഈ നമ്മളോടും ഈ പ്രദേശത്തോടൊക്കെ ഉണ്ട്. അപ്പൊ രണ്ടുപേരപ്പോൾ നമ്മൾ മറവ് ചെയ്തിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ നമസ്കരിച്ചു, പ്രാർത്ഥിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഖബറുകളെ വിശാലമാക്കി കൊടുക്കട്ടെ, മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് പിരിഞ്ഞുപോയവർക്കൊക്കെയും റബ്ബ് പുറത്തു കൊടുക്കട്ടെ. നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് വിഷമിക്കുന്ന പലരുമുണ്ടോ നാഥ, ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾ നൽകണേ തമ്പുരാനെ. ക്ഷമയും സഹനവും വിട്ടുവീഴ്ചയും ഉദാരമായ സ്ഥിതിയും നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിൽ ഹാജാത്ത് طيب ثراهم وجعل الجنة مأوانا ومأواهم اللهم أجرنا من النار اللهم أجرنا ووالدينا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك الرؤوف الرحيم وصلى الله على محمد وآله وصحبه وسلم والحمد لله رب العالمين.